ക്വിറ്റ് ഇന്ത്യ, ഭാരത് ചോഡോ അഥവാ ഇന്ത്യ വിടുക എന്ന ശക്തമായ മുദ്രാവാക്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് വീണ്ടും ഒരു ക്വിറ്റ് ഇന്ത്യ ദിനം. 1939 ആരംഭിച്ച രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യക്കാരുടെ പിന്തുണ ബ്രിട്ടൻ അനുകൂലമായി നേടിയെടുക്കുവാൻ വേണ്ടി 1942 ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിൽ തന്റെ യുദ്ധകാര്യ മന്ത്രിസഭയിലെ ഒരു മുതിർന്ന അംഗവും ലേബർ പാർട്ടി നേതാവുമായ സർ സ്റ്റഫോർഡ് ക്രിപ്സിന്റെ നേതൃത്വത്തിൽ ഒരു ദൗത്യ സംഘത്തെ ഇന്ത്യക്കാരുമായി ചർച്ച നടത്താൻ ഡൽഹിയിലേക്ക് അയക്കുന്നു. 1942 മാർച്ച് 22 ഇന്ത്യയിലെത്തിയ ക്രിപ്സ് മിഷൻ 20 ദിവസത്തോളം ഇന്ത്യൻ നേതാക്കളുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം യുദ്ധാനന്തരം ഇന്ത്യക്ക് ഡൊമിനിയൻ പദവി നൽകുകയും തെരഞ്ഞെടുപ്പ് നടത്താമെന്നുമുള്ള നിർദ്ദേശങ്ങൾ പ്രസിദ്ധപ്പെടുത്തി. എന്നാൽ പ്രധാന രാഷ്ട്രീയ കക്ഷികളായ കോൺഗ്രസും മുസ്ലിം ലീഗും ഈ നിർദ്ദേശങ്ങൾ തള്ളിക്കളഞ്ഞു. അതോടെ ക്രിപ്സ് ദൗത്യം പരാജയമടഞ്ഞു. പ്രത്യേക മുസ്ലിം രാഷ്ട്രത്തെക്കുറിച്ച് വ്യക്തമായ പരാമർശമില്ലാത്തതാണ് ലീഗിന് നിർദ്ദേശങ്ങൾ സ്വീകാര്യമല്ലാത്തതാകാൻ കാരണമായതെങ്കിൽ പ്രതിരോധം ഉൾപ്പെടെയുള്ള വകുപ്പുകളിൽ പൂർണ്ണമായ അധികാരം ഉടൻ തന്നെ ഇന്ത്യക്കാർക്ക് കൈമാറ്റം ചെയ്യണമെന്ന ആവശ്യം ബ്രിട്ടീഷ് സർക്കാർ നിരാകരിച്ചതുമൂലവും ഡൊമിനിയനിൽ നിന്ന് വിട്ടുനിൽക്കാൻ സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന അധികാരം പാകിസ്ഥാൻ അനുവദിക്കുന്നതിന് തുല്യമാണെന്ന വിലയിരുത്തലിന്റെയും അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് ഇതിനെ തിരസ്കരിക്കാൻ പ്രേരിതമായത്. ദൗത്യം പരാജയപ്പെടാൻ കാരണക്കാരൻ മഹാത്മാഗാന്ധിയാണെന്ന് ക്രിപ്സ് കുറ്റപ്പെടുത്തി. യുദ്ധാനന്തരം ഡൊമിനിയൻ പദവി നൽകാമെന്ന വാഗ്ദാനത്തെ തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു ബാങ്കിന്റെ പിൻ തീയതി വെച്ച ചെക്ക് എന്നാണ് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. ക്രിപ്സ് ദൗത്യത്തിന്റെ പരാജയത്തെ തുടർന്ന് കോൺഗ്രസിൽ അഭിപ്രായ സംഘടന നടന്നു. ഈ സമയത്ത് കോൺഗ്രസ് അധ്യക്ഷനായിരുന്ന മൗലാന അബുൽ കലാം ആസാദിന് യുദ്ധത്തിന് ശേഷം പൂർണ്ണമായ സ്വാതന്ത്ര്യം ലഭിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ സർക്കാരുമായി സഹകരിക്കാം എന്ന നിലപാടാണ് ഉണ്ടായിരുന്നത്. കോൺഗ്രസിലെ ഇടതുപക്ഷത്തിന്റെ താല്പര്യം ബ്രിട്ടനെതിരെ ഒരു തുറന്ന കലാപം സംഘടിപ്പിക്കണം എന്നായിരുന്നു. ഈ അവസരത്തിൽ സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ ഒരു ബഹുജന നിയമലംഘന പ്രസ്ഥാനം തുടങ്ങാൻ ഗാന്ധിജി തീരുമാനിച്ചു. ക്വിറ്റ് ഇന്ത്യ, ഇന്ത്യ വിടുക എന്ന മുദ്രാവാക്യം മുൻനിർത്തി ഗാന്ധിജി ഒരു പുതിയ സമരമുറ എന്ന ആശയം മുന്നോട്ട് വെച്ചു. യൂസഫ് മെഹ്റലിയാണ് ക്വിറ്റ് ഇന്ത്യ എന്ന പ്രയോഗം ഗാന്ധിജിയുടെ പരിഗണനയ്ക്ക് സമർപ്പിച്ചത്. 1942 ഓഗസ്റ്റ് 7-8 മുംബൈയിലെ ഗോവാലിയ ടാങ്ക് മൈതാനം അഥവാ ക്രാന്തി മൈതാനം. മൗലാന ആസാദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രത്യേക സമ്മേളനത്തിൽ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം അടിയന്തരമായി അവസാനിപ്പിച്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചരിത്ര പ്രസിദ്ധമായ ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കി. ജവഹർലാൽ നെഹ്റുവാണ് പ്രമേയത്തിന്റെ കരട് തയ്യാറാക്കിയത്. ചരിത്ര പ്രാധാന്യമുള്ള ഈ ഓഗസ്റ്റ് യോഗം അഭൂതപൂർവമായ ജനശ്രദ്ധ നേടി. നേതാക്കൾ വിഷയം ചർച്ച ചെയ്യുമ്പോൾ പുറത്ത് വൻ ജനക്കൂട്ടം ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. പതിവ് പോലെ ശാന്തവും വാചകക്കസൃതില്ലാത്തതുമായ ശൈലിയിൽ ഗാന്ധിജി നടത്തിയ പ്രസംഗം ഒരു വൈദ്യുത തരംഗ പ്രവാഹം തന്നെ സൃഷ്ടിച്ചു. തടിച്ചുകൂടിയ ജനക്കൂട്ടത്തോട് ഗാന്ധിജിയുടെ ആഹ്വാനം: സ്വാതന്ത്ര്യത്തിൽ കുറഞ്ഞ യാതൊന്നും നമുക്ക് വേണ്ട. ഇതാ ഒരു മന്ത്രം, ഒരു കൊച്ചു മന്ത്രം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഇത് നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിങ്ങൾ ചാപ്പ കുത്തിവെക്കണം. നിങ്ങളുടെ ഓരോ ശ്വാസവും അതിന് ആവിഷ്കാരം നൽകണം. മന്ത്രം ഇതാണ്: പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. നാം ഒന്നുകിൽ ഇന്ത്യ സ്വാതന്ത്ര്യമാക്കും, അല്ലെങ്കിൽ ആ ശ്രമത്തിൽ മരിക്കും. നാം നമ്മുടെ അടിമത്തം തുടരുന്നത് കാണാൻ ജീവിച്ചിരിക്കില്ല. ഇന്ത്യയിൽ മഹാത്മാഗാന്ധി സംഘടിപ്പിച്ചവയിൽ ഏറ്റവും അക്രമാസക്തമായ സമരമായി ഇത് മാറുകയുണ്ടായി. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷമുണ്ടായ ഏറ്റവും വലിയ ജനകീയ മുന്നേറ്റമായി 25,000-ഓളം പേർ മരണപ്പെട്ട ഈ സമരം കണക്കാക്കപ്പെടുന്നു. ഹിന്ദു മഹാസഭ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, ലിബറൽ പാർട്ടി, മുസ്ലിം ലീഗ് തുടങ്ങിയ രാഷ്ട്രീയ കക്ഷികൾ ക്വിറ്റ് ഇന്ത്യ സമരത്തെ അനുകൂലിച്ചിരുന്നില്ല. പ്രമുഖ കോൺഗ്രസ് നേതാവ് സി രാജഗോപാലാചാരി ഈ സമരത്തിനെതിരായിരുന്നു. മുംബൈയിൽ ഗാന്ധിജി സമരം ആഹ്വാനം നടത്തി മണിക്കൂറുകൾക്കുള്ളിൽ പ്രധാന നേതാക്കളെയെല്ലാം ബ്രിട്ടീഷുകാർ ഓപ്പറേഷൻ തണ്ടർ ബോൾട്ട് നടപടിയിലൂടെ അറസ്റ്റ് ചെയ്ത് തടവിലാക്കി. ഓഗസ്റ്റ് 9 ഗാന്ധിജി ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കളെയും അറസ്റ്റ് ചെയ്യുകയും കോൺഗ്രസിനെ നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. സോഷ്യലിസ്റ്റ് നേതാക്കളായ ജയപ്രകാശ് നാരായണൻ, റാം മനോഹർ ലോഹ്യ, അച്യുത് പട്വർധൻ, അരുണ അസഫ് അലി തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം പകർന്നു. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് രഹസ്യമായി പ്രവർത്തിച്ച സീക്രട്ട് കോൺഗ്രസ് റേഡിയോ എന്ന റേഡിയോ സ്റ്റേഷന്റെ സംഘാടക ഉഷാ മേത്തയായിരുന്നു. ഈ റേഡിയോ വഴി റാം മനോഹർ ലോഹ്യ സ്ഥിരമായി സംസാരിച്ചിരുന്നു. 1942 നവംബറിൽ പോലീസ് കണ്ടെത്തി പിടിച്ചെടുക്കും വരെ റേഡിയോ പ്രക്ഷേപണം നിലനിന്നു.
നേതാക്കളുടെ അഭാവത്തിൽ ഓഗസ്റ്റ് 9 മുംബൈയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്ത് കോൺഗ്രസ് പതാക ഉയർത്തി പ്രക്ഷോഭം സമാരംഭിച്ച അരുണ അസഫ് അലിക്ക് ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ നായിക എന്ന അപരനാമം സ്വന്തമായി. സമരം അടിച്ചമർത്താൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് മർദ്ദന നടപടികൾ അഴിച്ചുവിട്ടു. നിരവധി സ്ഥലങ്ങളിൽ വെടിവെപ്പുണ്ടായി. മരണസംഖ്യ 25,000-ഓളമായി. കാലക്രമേണ സമരം അലസിപ്പോയെങ്കിലും അത് സ്വാതന്ത്ര്യം എന്ന ആവശ്യത്തെ ദേശീയ പ്രസ്ഥാനത്തിന്റെ അടിയന്തര കാര്യപരിപാടിയിൽ പ്രതിഷ്ഠിക്കുകയാണുണ്ടായത്.